എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയില്, അതായത് നമ്മുടെ അഞ്ചുരുളി ടണലിലേക്ക് നമ്മൾ പോയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ. അപ്പൊ ആ വീഡിയോയുടെ അവസാനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചുരുളി ടണലിന്റെ ഒരു തുടക്ക ഭാഗം എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ അതിന്റെ തുടക്ക സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഞ്ചുരുളി ടണലിന്റെ ഒരു തുടക്ക ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഇരട്ടയാറാണ് അതിന്റെ ഒരു ആരംഭം വരിക ഈ അഞ്ചുരുളി ടണലിന്റെ. അപ്പൊ ആ ഒരു പോർഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോ, അതായത് നമ്മുടെ അഞ്ചുരുളി ടണലിന്റെ വീഡിയോ കാണാത്തവർ എന്തായാലും ആ വീഡിയോ പോയി കണ്ടിട്ട് വരിക, കാരണം അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ. അപ്പൊ ആ വീഡിയോ കാണുവാനായിട്ട് നമ്മൾ മേളിൽ കാർഡ്സിലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റുമായിട്ട് നമ്മുടെ അഞ്ചുരുളി ടണലിന്റെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും പോയിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അഞ്ചുരുളി ടണലിന്റെ മറുഭാഗം, അതായത് ഇരട്ടേറ്റിലുള്ള ഒരു ഭാഗമാണ് നമ്മൾ കാണിക്കുന്നതെന്ന്. ഒരുപാട് പേര് കമന്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും കാണിക്കണം, അങ്ങോട്ടുള്ള വഴി കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണുക കേട്ടോ. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പൊ നമുക്ക് നേരെ എന്നാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ടണല് വണ്ടി പോവാ അങ്ങോട്ട്. ആ ഓക്കെ 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 ഓക്കെ. ഇവിടെ ഇറങ്ങുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാലത്തേക്ക് ആണോ വീഡിയോ യൂട്യൂബ് ചാനൽ. അപ്പൊ എങ്ങനെയാ ചേട്ടാ ഇതിന്റെ ഒരു ഇത് ഇരട്ടയാറ് ഡാമിൽ നിന്നുള്ള വെള്ളമാണോ അല്ലേ? ഇരട്ടയാറ് ഡാമിൽ നിന്നുള്ള വെള്ളം ഈ ടണൽ സൈറ്റ് വഴി അഞ്ചുരുളിക്ക് പോകും. അഞ്ചുരുളിയിൽ നിന്ന് നമ്മളിപ്പോ അഞ്ചുരുളി പോയിട്ടാ വരുന്നത് ഇങ്ങോട്ട്. അഞ്ചുരുളി പോയപ്പോ ഇങ്ങനെ ഇതിന്റെ തുടക്കം 4 കിലോമീറ്റർ ഉണ്ട്. 4 കിലോമീറ്റർ. ഓക്കെ. ഇത് ടണലായിട്ട് തന്നെ അതായത് കല്ല് മാത്രം ഉപയോഗിച്ച് കല്ലുകൊണ്ട് മാത്രമുള്ള തുറന്ന്. ഓക്കെ. ബ്രിട്ടീഷുകാർ പണിതാണോ അല്ലേ? അല്ലല്ല, നമ്മുടെ കേരളക്കാർ പണിത്. കേരളക്കാരാണ്. എത്ര വർഷമായിരുന്നു വല്ലതും അറിയാം? എനിക്ക് അത്ര അറിയത്തില്ല, 35 വർഷം കൂട്ടം ആണല്ലേ? ഓക്കെ ഓക്കെ. ഇതിലെ വെള്ളം അങ്ങോട്ട് വിടും അല്ലേ? അങ്ങോട്ട് പോകും. ഇവിടെ ഇരട്ടയാർ ഡാം ഏതാ? അപ്പൊ ഇരട്ടയാർ ഡാം ഇവിടുന്ന് 1.5 കിലോമീറ്റർ താഴോട്ട് പോകും. ഈ ടണൽ വഴി നമുക്ക് അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? ടണല് വഴി പാസ് ചെയ്യാൻ അങ്ങോട്ട് പോകാൻ അല്ല, നമുക്ക് അഞ്ചുരുളിയിലേക്ക് പോവാം. വേനൽക്കാലത്ത് പോവാം. ഒരു തൊണ്ടി വെള്ളം പോലും ഇല്ല. അപ്പൊ അഞ്ചുരുളിയിൽ നിന്ന് പിന്നെ ടൂറിസ്റ്റുകൾ ഇവിടെ വരും. ഇവിടുന്ന് ആരും അങ്ങോട്ട് പോകാറില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഞങ്ങൾക്ക് ഒരു പേടിയായിരുന്നു, അവിടെ വെള്ളമില്ല മൊത്തം. പിന്നെ ഉള്ളിൽ വല്ല പാമ്പോ വഴുതാരൊക്കെ വേനൽക്കാലത്ത് വരും. വേനൽക്കാലത്ത് അവിടെ നിന്ന് വരാൻ പറ്റും. ചേട്ടൻ പറഞ്ഞ ഇതാണ് അഞ്ചുരുളി ഒരു ആരംഭം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇരട്ടയാർ ഡാമിൽ നിന്ന് ഏകദേശം 4.5 കിലോമീറ്റർ ആണ് നമ്മുടെ അഞ്ചുരുളിയിലേക്ക് ടണൽ വഴി, അത് കല്ലുകൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു വഴിയാണ് അങ്ങോട്ട്. അപ്പൊ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ പോകാനൊന്നും പറ്റില്ല. തുരങ്കത്തിനിടയ്ക്കൂടെയുള്ള യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ്, റിസ്ക് ആണ്. അപ്പൊ എന്തായാലും നമ്മൾ കറങ്ങി തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് നേരെ നമ്മുടെ അഞ്ചുരുളി ടണലിന്റെ ഒരു ഉത്ഭവം കാണാനായിട്ട് പോകാം. ചേട്ടന്റെ വീടും കൂടെ കൂടിയിട്ടാണ്. നമ്മുടെ റോട്ടിൽ നിന്നും ചെറിയൊരു ഇടവഴി പോലെ ഉണ്ട് നമ്മുടെ ടണലിലേക്ക്. അപ്പോൾ ഒരു ചെറിയൊരു വഴിയാണ് നമ്മൾ പോകേണ്ടത്, ഒരു കുഞ്ഞു വഴി. അപ്പോൾ ഇവിടെ ഒരു ആത്തമരമൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇതൊരു ആത്താട്രിയാണ്. അതിന്റെ ബാക്കി പേരൊന്നും എനിക്കറിയത്തില്ല. കുറച്ച് പഴങ്ങളൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ പറിക്കുന്നൊന്നുമില്ല. ഇതുണ്ടോ, ഇതൊക്കെ ആത്തപ്പഴങ്ങളാണ്. നല്ല രസമുണ്ട് കാണാൻ, കഴിച്ചാലും നല്ല രസമാണ്. ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിത് താഴത്തേക്ക് ഇറങ്ങി പോവാണ്. പോരുന്നേ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ടണൽ പരിസരത്ത് ചപ്പുചവറുകളൊന്നും നിക്ഷേപിക്കരുത്, അത് കുറ്റകരമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് എഴുതി വെച്ചില്ലെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ടണലിന്റെ ഉത്ഭവമാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത്.
ഇവിടെ ഭയങ്കര വെള്ളത്തിന്റെ സൗണ്ട്. അപ്പൊ നമ്മൾ താഴെ നിന്ന് സംസാരിച്ചൊന്നും കേൾക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ സൗണ്ട് ചിലപ്പോൾ ഡബ് ചെയ്തിട്ടായിരിക്കും ഇതിലേക്ക് കയറ്റാൻ പോകുന്നത് കേട്ടോ. ഇതിന് നല്ല ഹൈറ്റ് ഉണ്ട്, ഏകദേശം ഇത്രയും ഹൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പൊക്കമൊക്കെ ആയിട്ട് ഇത് പണിതേക്കുന്നത്. നമുക്ക് ഇതിന്റെ മറ്റേ സൈഡും കൂടെ കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ ഒരു സൈഡാണ് കണ്ടേ, അപ്പോൾ മറ്റേ സൈഡും കൂടെ കണ്ടിട്ട് വരാം. ശരിക്കും നമ്മൾ ഈ അഞ്ചുരുളിയിൽ നിന്നും ഇരട്ടയാറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അഞ്ചുരുളി അത്യാവശ്യം നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അവിടെ ഒരുപാട് ആളുകളൊക്കെ കാണാനായിട്ട് വരുന്നുണ്ട്, ഒരുപാട് സന്ദർശകരൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ഇരട്ടയാറ്റിൽ ഈ ഒരു ടണലിൻ്റെ ആരംഭത്തിൽ ആരുമില്ല കേട്ടോ. വളരെ കാമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ശാന്തമായിട്ട് കിടക്കുന്ന ഒരു നല്ലൊരു സ്ഥലമാണ്. അതായത് ഈ ഒഴുകി വരുന്നതാണ് നമ്മുടെ ഇരട്ടയാർ ഡാമിൽ നിന്ന് ഇടുക്കി ഡാമിലേക്ക് അഞ്ചുരുളി ടണൽ വഴി വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു സ്ഥലം. ഈ ഒരു അരിപ്പ പോലെ കാണുന്ന ഒരു ഫിൽറ്റർ ഉണ്ടല്ലോ, ഇതാണ് ശരിക്കും ഡാമിലേക്ക്, അതായത് ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഈ ഒരു ടണലിൽ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ തട്ടി നിർത്തുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന ടൈമിൽ കുറച്ച് ചേട്ടന്മാർ ഈ ഒരു ഡാമിൽ വീണ് കിടക്കുന്ന കുറച്ച് സാധനങ്ങൾ, അതായത് ഈ തടിയുടെ അവശിഷ്ടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ടായിരുന്നു. അവരിത് ക്ലീൻ ചെയ്യണമായിരുന്നു. കാരണം നമുക്കറിയാം ഈ ഒരു അരിപ്പ പോലത്തെ ഈ ഒരു ഫിൽറ്റർ അവിടെ വെച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡാമിലേക്ക് ഒരുപാട് അവശിഷ്ടങ്ങൾ, ഇവിടുന്ന് ഒഴുകി വരുന്ന സാധനങ്ങളെല്ലാം നേരെ അങ്ങോട്ട് പോകും. ആ ഒരു ടണൽ വഴി ഇടുക്കി ഡാമിലേക്ക് എത്തും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അവരൊരുപാട് കഷ്ടപ്പെട്ട് ഈ ടണലിൻ്റെ മുൻവശത്ത് തട്ടി നിൽക്കുന്ന ഈ അരിപ്പയിൽ തട്ടി നിൽക്കുന്ന ആ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ എന്തായാലും അവരത് കെട്ടി വലിച്ച് വളരെ കഷ്ടപ്പെട്ട് മാറ്റുന്നുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം അഞ്ചുരുളിയിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു കാഴ്ച, അതായത് ആൾത്തിരക്കുകളോ അല്ലെങ്കിൽ ബഹളങ്ങളോ ഒന്നുമില്ലാതെ നല്ല അടിപൊളിയൊരു കാഴ്ചയായിരുന്നു ഇരട്ടയാറിൽ ഞങ്ങൾക്ക് എന്തായാലും ഈ ഒരു ടണലിൻ്റെ ആരംഭത്തിൽ കിട്ടിയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അഞ്ചുരുളി ടണലിന്റെ ഇരട്ടയാർ ഭാഗത്തുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ കാണിച്ചു തരാൻ പറ്റിയത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാഴ്ച നമ്മൾ അധികം വീഡിയോസിലൊന്നും, നമ്മൾ യൂട്യൂബിലാണെങ്കിൽ പോലും അധികം വീഡിയോസ് ഒന്നും ഇല്ല. അപ്പൊ അത്തരം ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയത് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അഞ്ചുരുളി ടണലിന്റെ വീഡിയോസ് എല്ലാം നോക്കുമ്പോൾ തന്നെ മുഖഭാഗമാണ് നമുക്ക് കാണാൻ പറ്റുക. അതിന്റെ ഒരു ഫസ്റ്റ് ഫേസ്, അത് അഞ്ചുരുളിയിലുള്ള ടണലിന്റെ ഭാഗമാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ ഇരട്ടയാറ്റിലുള്ള ഈ ഒരു ഭാഗം അധികം വീഡിയോസിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഞാനാണെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമൊക്കെ കമന്റ് ചെയ്തേക്കുക. ഇങ്ങോട്ട് ആർക്കെങ്കിലും ഒക്കെ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പൊ എന്തായാലും മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിൽ കാണുന്നവരെ ബൈ.